അടച്ചു. കുട്ടികൾ പൊന്നാങ്കണ്ണി ചീരത്തൈകളുമായി വീടുകളിലേക്ക് മടങ്ങി. നമസ്കാരം. ഇത് പത്തനംതിട്ട അടൂർ പഴകുളം KVUP സ്കൂൾ. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ പൊതുവിദ്യാലയം. ഇന്ന് ഏവർക്കും സുപരിചിതമാണ് പൊന്നാങ്കണ്ണി ചീര. കണ്ണിന് പൊന്നായതിനാലാണ് ഇതിന് പൊന്നാങ്കണ്ണി ചീര എന്നു പേര് വന്നത്. ജന്മദേശം തമിഴ്നാടാണ്. ഏതു കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന പൊന്നാങ്കണ്ണിക്ക് അക്ഷരച്ചീര, മീൻചപ്പ്, മീനാങ്കണ്ണി എന്നീ പേരുകളുണ്ട്. വൈറ്റമിൻ A, B, C, പ്രോട്ടീൻ, കൊഴുപ്പ്, ഫൈബർ, കാർബോഹൈഡ്രേറ്റ് എന്നിവയാൽ സമ്പന്നമാണിത്. അമരന്തേസി കുടുംബത്തിൽപ്പെട്ട ഇവയുടെ ശാസ്ത്രനാമം ആൾട്ടർനാന്തിര സെൽസിസ് എന്നാണ്. ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള പൊന്നാങ്കണ്ണി ചീര ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ അധ്യാപകനായ ജയരാജ് സാറാണ്. വാർഷിക പരീക്ഷയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ അടച്ചപ്പോൾ പഴകുളം KVUP സ്കൂളിലെ കുട്ടികൾ വീടുകളിലേക്ക് മടങ്ങിയത് പൊന്നാങ്കണ്ണി ചീരത്തൈകളുമായി. ഉഷ്ണമിതോഷ്ണ മേഖലകളിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഇവ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു. പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ നമ്മുടെ നാട്ടിലും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. സ്വാദിഷ്ടമായ ഈ ഇലച്ചെടി ഉപയോഗിച്ച് കറികളും തോരനും മറ്റും ഉണ്ടാക്കാം. കണ്ണിനും കുടലിനും സംരക്ഷണം നൽകാനും കാഴ്ചശക്തി കൂട്ടാനും വയറുവേദന ശമിപ്പിക്കാനും പൊന്നാങ്കണ്ണി ചീരയ്ക്ക് മറ്റ് ഇലക്കറികളേക്കാൾ കൂടുതൽ കഴിവുണ്ട്. ചീരയുടെ വിതരണോദ്ഘാടനം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് നിർവഹിച്ചു. ഗോപു കൊടുങ്ങല്ലൂർ എന്ന ജൈവ കർഷകനാണ് തൈകൾ സൗജന്യമായി സ്കൂളിന് നൽകിയത്. ഹൈഡ്രോപോണിക്സ്, ജിഫി, കോക്കോകോയിൻ ഉപയോഗിച്ചാണ് ഇതിന്റെ തൈകൾ കുട്ടികൾക്കായി തയ്യാറാക്കിയത്. അതിനാൽ മറ്റു തൈകൾ പോലെ പ്ലാസ്റ്റിക് മലിനീകരണമില്ല. പ്രഥമാധ്യാപിക VS വന്ദന, പ്രോഗ്രാം കോർഡിനേറ്റർ KS ജയരാജ്, അധ്യാപകരായ I ബസീം, കവിതാ മുരളി, ലക്ഷ്മി രാജ്, ബീന V, ജെ ജൂലിമോൾ, സ്മിത B, ശാലിനി S എന്നിവരുടെ കൂട്ടായ്മയിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ന്യൂസ് ഡെസ്ക്, അടൂർ ന്യൂസ്.